നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകരും ഓണാഘോഷത്തിന്റെ തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്ന് ന്യൂസ് മലയാളത്തിനൊപ്പം നമുക്ക് ഒരു പ്രത്യേക അതിഥിയാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അനിത, അതുപോലെ തന്നെ പേരക്കുട്ടി റോഹൻ, 3 പേരുമാണ് നമുക്കൊപ്പം ഈ ഓണാഘോഷത്തിന് നമുക്കൊപ്പം കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ചേരുന്നത്. വലിയ തിരക്കിനിടയിലാണ് അദ്ദേഹം നമുക്കൊപ്പം അല്പസമയം പങ്കുവയ്ക്കാനായിട്ട് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കാം, നിങ്ങളെ സംബന്ധിച്ച് ഈ ഓണം വളരെ സ്പെഷ്യലാണ്. ഒരാൾ കൂടി കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി വന്നിരിക്കുകയാണല്ലേ. റോഹൻ ഒരു കുഞ്ഞനിയൻ കൂടി. അനിയന്റെ പേരെന്തുവാ? കിക്കി തന്നെ വിളിക്കുന്നവൻ. അത് റോഹൻ ഇട്ട പേരായിരിക്കും. അവൻ തന്നെ പേരിട്ടു. ശരിക്കും രമേശ് ജി, താങ്കൾക്കൊരു 2 ആൺമക്കളാണ്. അതിനുശേഷം റോഹൻ, ഇപ്പൊ വീണ്ടും ഒരു പേരക്കുട്ടി, ഒരു ആൺകുട്ടി കൂടി വന്നിരിക്കുകയാണ്. ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാനാ, ആളായി പോയില്ലേ. നമ്മുടെ എല്ലാം ഹോം മിനിസ്റ്റർ ആണ് രമേശ് ചെന്നിത്തല, നമുക്കതറിയാം. ഈ ഹോമിന്റെ മിനിസ്റ്റർ ആരാണ് ശരിക്കും? ശരിക്കും ഈ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണല്ലോ. അപ്പം നമ്മൾ ഓണത്തിന്റെ ഒരു ഓർമ്മകളൊക്കെ വരുമ്പോൾ, ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശമാണ് ചെന്നിത്തല അടക്കം, ഹരിപ്പാടാണെങ്കിലും എല്ലാം. അപ്പോൾ ഈ ഓണം വരുമ്പോൾ എപ്പോഴും ഈ കുട്ടിക്കാലം നമുക്ക് മിസ് ചെയ്യും, സ്വന്തം നാട് മിസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഓണത്തിന്റെ ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം. ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ഓണം ഊട്ടുന്ന കരയെന്നാണ്. അത് ഹരിപ്പാട്, കാർത്തികപ്പള്ളി താലൂക്ക്, കരുനാഗപ്പള്ളി, മാവേലിക്കര, ഇതെല്ലാം ചേർന്നാണ് ഓണാട്ടുകര. അപ്പോൾ യഥാർത്ഥത്തിൽ ഓണമുള്ളത് അവിടെയാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യകാലത്തെ ഓണ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഞങ്ങൾ ചെന്നിത്തല വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആരുമില്ല, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ. അമ്മ ഇവിടെ വന്നായിരുന്നു പെങ്ങളുടെ വീട്ടിൽ. ഈ ചെറുപ്പത്തിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂക്കളമിടൽ അങ്ങനെയൊക്കെ ചെയ്തു? അതെ, പൂക്കളമിടുക. പിന്നെ നമ്മളവിടെയൊക്കെ ഈ കടുവ കളി, തോക്കുമൊക്കെ ആയിട്ട് കടുവ, അപ്പം അങ്ങനെയൊക്കെയുള്ള കളികൾ, പിന്നെ നാടൻ പന്ത് കളി, ഇങ്ങനെയൊക്കെയുള്ള കളികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഓണാട്ടുകരയുടെ ഓണസദ്യ തന്നെ വളരെ പ്രത്യേകത. പിന്നെ ഓണസദ്യക്ക് വേണ്ടി 1 മാസം 2 മാസം മുമ്പ് ഒരുങ്ങും ഓണസദ്യക്ക് വേണ്ടി. അപ്പോൾ ഓണസദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ഓണമാണ്, പെട്ടെന്ന് കിട്ടും. ഇപ്പൊ എല്ലാം അങ്ങനെയാണോ? ഓണത്തിന് സാധാരണയായിട്ട് ഈ തിരക്കേറിയ ജീവിതത്തിന് ശേഷം ഏത് രീതിയിലായിരുന്നു ഓണാഘോഷമൊക്കെ? നമ്മൾ ഇൻസ്റ്റന്റ് അല്ല, ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉള്ളതിനേക്കാളും വ്യത്യസ്തമായിരിക്കുമല്ലോ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത്. മന്ത്രിയായി നമ്മൾ സർക്കാർ അധികാരമേറ്റു. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനേക്കാൾ ഇപ്പോൾ ഓണത്തിരക്കുകളിലേക്കൊക്കെ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഒരു ഓണത്തിലൊരു മാറ്റമൊക്കെ തോന്നുന്നത്? എങ്ങനെയാണ്? വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ പഴയതുപോലൊക്കെ തന്നെ. മന്ത്രിയായാലും അല്ലെങ്കിലും ഒക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഓണം ഏതായാലും ഇത്തവണയും വളരെ കാര്യമായി തന്നെ ആഘോഷിക്കുകയാണ്. കേരളത്തിന് ജനങ്ങൾക്ക് സന്തോഷകരമായൊരവസരമാണല്ലോ ഓണം എന്ന് പറയും. മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണമാണ്. അതിനടുത്തൊരു 3-4 മാസം വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഓണം. മറ്റൊരു കാര്യം, മലയാളികൾക്ക് വ്യത്യാസമുണ്ട് ഈ ഓണം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ ഇല്ലായിരുന്നു. ഇത്തവണ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷമുള്ള ഒരു ഓണമാണ്. ഈ ഓണ സമയത്താണല്ലോ കൂടുതലും ഇത്തരത്തിൽ ഈ ലഹരി ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കേസുകളൊക്കെ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷമുള്ള ഓണം എത്രമാത്രം ജാഗ്രതയുണ്ടായിരിക്കും? തുഫാൻ ഓണമാണ്. അതാണ് എല്ലാവരും തുഫാൻ ഓണമായിട്ടാണ് അത് വിലയിരുത്തുന്നത്, ആഘോഷിക്കുന്നത്. അങ്ങനെയാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരുപാട് ആളുകൾ ഈ തൂഫാൻ സംബന്ധമായിട്ടുള്ള വാർത്തകൾ ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ പ്രായമായ ആളുകളൊക്കെ ഒരുപാട് കമൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് വേണമായിരുന്നു, ഈ 10 വർഷമായിട്ട് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത്തരം കമൻസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടോ? അപ്പോൾ അതിലെന്തൊക്കെ കാണാറുണ്ട്, പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. 10 വർഷമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ ലഹരി മാഫിയ ഇവിടെ തഴച്ചു വളർന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായി നമ്മൾ ശക്തമായ നടപടിയാണ് എടുക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യും. ഈ നാടിൻ്റെ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. എല്ലായിടത്തും തൂഫാൻ വലിയ തരത്തിൽ ചർച്ചയാണ്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇതിനു മുൻപ് കഴിഞ്ഞ മന്ത്രിയായിരുന്ന സമയത്താണ് ഓപ്പറേഷൻ കുബേര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ മൈ പോലീസ്, വിസിൽ, ഇത്തരം പേരുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് ആളുകളും അകത്തേക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും തലയിലേക്ക്. തുഫാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും ആളുകൾ. അതെ, തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റെന്നാണ്. അത് അറബി വാക്കാണ്, പിന്നീട് അത് ഉറുദു വാക്കായി, ഹിന്ദി വാക്കായി, അങ്ങനെ ഇപ്പോൾ അതിൻ്റെ മലയാളിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ കുബേര അതുപോലെ തന്നെ. ഓപ്പറേഷൻ കുബേര നല്ല ഒരു പേരായിരുന്നു, കാരണം കുബേരനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പേരിന് വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുകയാണ് ഓപ്പറേഷൻ കുബേര.
പക്ഷെ ഇപ്പോഴും ഈ കാലം മാറിയപ്പോൾ അത് മറ്റൊരു തരത്തിൽ ഈ ഓൺലൈൻ തട്ടിപ്പുകളായിട്ടും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഉള്ള തീർച്ചയായിട്ടും ഓൺലൈൻ തട്ടിപ്പുകൾ ധാരാളമുണ്ട്, ലോൺ ആപ്പുകളുണ്ട്. അതിനെതിരെയുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി അതിനെ നേരിടും. ഭക്ഷണത്തിന്റെ കാര്യം, നമ്മൾ ഓണസദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, ഭക്ഷണപ്രിയനാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം? അടുത്ത കാലം ആയിട്ട് വെജിറ്റേറിയൻ ആണെന്ന് കൂടി അറിഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ ഒരു മാറ്റം വരാൻ എന്താണ് കാരണം? ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെജിറ്റേറിയനാവും. പണ്ട് 20 വർഷം വെജിറ്റേറിയനായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് മാറി, പിന്നെ വീണ്ടും വെജിറ്റേറിയനായി. അങ്ങനെ പോകുന്നു. ചേച്ചിക്ക് പറയാം, എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഭക്ഷണ രീതിയൊക്കെ? ചേട്ടന് നിർബന്ധമൊന്നുമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും പറയില്ല. ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ, പ്രത്യേകിച്ച് ഈ ഹോം മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ഒരു തിരക്കൊക്കെ. രാവിലെ എഴുന്നേക്കും 6:30 ആകുമ്പോൾ എഴുന്നേക്കും, രാത്രി 12 മണിയാവും കിടക്കുമ്പോൾ. അതാണ് എൻ്റെ. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, ഓഫീസിൽ പോകണം, ആളുകൾ ധാരാളം ഉണ്ടാവും, അവരെയൊക്കെ കാണുക, പിന്നെ പരിപാടികളുണ്ടാകും, അതെല്ലാം മുടങ്ങാതെ പങ്കെടുക്കുക. അതാണ്. പലയിടത്തും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ജനകീയനായിട്ടുള്ള നേതാവ് എന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. നിറയെ ആളുകളാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കാനാണ് നമ്മൾ ഉമ്മൻചാണ്ടി അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ സമാനമായിട്ട് ആളുകൾ വന്നാൽ അവരെ നിരാശപ്പെടുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജനങ്ങളോടൊപ്പം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരെയും കാണും, അവരുടെ കാര്യങ്ങൾ കേൾക്കും, ഒക്കുന്നത് ചെയ്തു കൊടുക്കും. ഇതാണ് എൻ്റെ ശൈലി. ഇത്ര വർഷമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്, ഈ ആൾക്കൂട്ടം അന്ന് മുതലേ ഉണ്ട്, മുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊരു പുതുമ, ഇപ്പോൾ വീണ്ടും മന്ത്രിയായി, അതുകൊണ്ടൊരു പുതുമയൊന്നും തോന്നുന്നില്ല. ഈ വിവാഹ സമയത്ത് പറഞ്ഞിരുന്നോ ഞാൻ ഇങ്ങനെ ഇത്രയും തിരക്കുള്ള ആദ്യം പറഞ്ഞിരുന്നു, തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ റോഹനാണെങ്കിൽ ഇവിടെ എല്ലാവരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഓടി നടന്ന് കളിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ ശീലിപ്പിക്കുകയാണല്ലേ റോഹനെ? ആളുകൾ വരുന്നത് ഇഷ്ടം. സാധാരണ ഇപ്പൊ കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരിക്കുമല്ലോ, ഒരുപാട് ആളുകളെ കാണുന്നതൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനത്തെ അതില്ല, അത് ആ രീതിയിലാണ്. ഞാൻ പത്രക്കാരൊന്ന് കണ്ടിട്ട് വരട്ടെ. റോഹന്റെ സ്കൂളില് കൂടെ പോവുകയൊക്കെ ചെയ്തു. കാർമൽ റോഹന്റെ സ്കൂളിൽ അച്ചേച്ചി വന്ന കാര്യം പറ. സ്കൂളില് വന്നിരുന്നില്ലേ? അപ്പൊ എന്താ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അവൻ പറഞ്ഞു ഫ്രണ്ട്സിനെയൊക്കെ അച്ചേച്ചി സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറഞ്ഞു, അവൻ പരിചയപ്പെടുത്തി. അതെ അല്ലേ? ഇവിടുത്തെ മിനിസ്റ്റർ റോഹനാണെന്ന് തോന്നുന്നു. റോഹന് ചുറ്റുമാണല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഈ യൂത്ത് ലീഡേഴ്സിനൊക്കെ വലിയ തരത്തിലൊരു ഹീറോയിക് പരിവേഷമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് പൊളിറ്റിക്സിൽ. അതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, അവർക്ക് വലിയ ഒരു നായകന്മാരെ പോലെയാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഹീറോയിക് പരിവേഷം ഉണ്ടായിരുന്ന ഒരു ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് മുൻപുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത്രയധികം ആരാധകർ ഉള്ള ഒരാളെ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ എന്തായിരുന്നു എന്ന് തോന്നിയത്? അതാ എനിക്ക് ഓർമ്മയില്ല അതൊന്നും. അത് വെറുതെ അല്ല, ആ ഒരു സമയത്ത് ഇത്രയും തിരക്കിലേക്കൊക്കെ വരുന്നു എന്ന് തോന്നുമ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, അന്ന് ആദ്യം പേടിയായിരുന്നു ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ. അന്ന് കല്യാണം കഴിച്ച ഉടനെ തന്നെ മന്ത്രിയായിരുന്നു. അന്നേരം ഭയങ്കര തിരക്ക്, നമുക്കിതൊന്നും ആവണ്ടെന്ന് ഞാൻ പറഞ്ഞു ചേട്ടനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ശീലമായി തിരക്ക് കണ്ടുകൊണ്ട്. ഈ ട്രോൾസ് ഒക്കെ വരാറുണ്ടല്ലോ ഒരുപാട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു സമയമാണ്. ഈ 10 വർഷത്തിന് മുൻപ് താങ്കൾ മന്ത്രിയായിരുന്ന സമയത്തല്ല, അതിനുശേഷം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയതിനു ശേഷം നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സമയം. അപ്പോൾ ഈ ട്രോൾസിനെയൊക്കെ എങ്ങനെയാണ്? ട്രോൾസൊക്കെ ഞാൻ ആസ്വദിക്കും, നല്ല കാര്യമല്ലേ. ചിലപ്പോൾ നമുക്ക് തെറ്റുമൊക്കെ ട്രോളാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ താങ്കൾ സൊമാറ്റോ സ്വിഗ്ഗി എന്ന് പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ട്രോൾസ് ഒക്കെ കണ്ടിരുന്നോ? വലിയ സന്തോഷമായി. പിന്നീട് അത് മാറ്റി നല്ല രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ നിവിൻ പോളിനെ നവീൻ പോളി എന്ന് അപ്പൊ തന്നെ തിരിച്ചല്ലേ. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് പറഞ്ഞ് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനായിരുന്നു. ഇങ്ങനെ തെറ്റുപറ്റണമല്ലോ എന്ന് വിചാരിച്ചു. ചേട്ടൻ പറഞ്ഞു ആസ്വദിക്കുന്നതാ വേണ്ടി. എന്താന്ന് പറഞ്ഞേ? ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലേ, അല്ലേ? അതെ, എല്ലാവർക്കും തെറ്റും. പക്ഷേ ഈ ഭയങ്കരമായിട്ട് അക്കൗണ്ടബിൾ ആകുന്ന ഒരു സമയം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയില് ആളുകൾ, പക്ഷെ ആരും നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ. അതും എല്ലാവരും വളരെ ഒരു തമാശ രൂപേണയാണ് അതിനെ കണ്ടത്. അപ്പോൾ താങ്കൾക്കുള്ള ഒരു സ്വീകാര്യത കൊണ്ടാണോ അത്? എന്താ തോന്നുന്നു? അല്ല, അവർക്കറിയാം ഞാൻ മനഃപൂർവ്വം പറയുന്നല്ലെന്ന് അറിയാം.
നമ്മൾ ഈ വാക്കുകൾ ധാരാളം ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്നതാണ്. മക്കളെ കുറിച്ച് പറയാം. അവരെവിടെ? ഇപ്പം റോഹൻ മാത്രമേ നമുക്കൊപ്പം ഉള്ളൂ. മറ്റ് 2 മക്കൾ എവിടെയാണ്? അവരുടെ വിശേഷങ്ങൾ. മൂത്ത മോൻ ഡോക്ടറാണ്, ഇവിടെ SUT മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. രോഹിത് എന്നാണ് പേര്. ഇളയാൾ രമിത്. രോഹിത്തിൻ്റെ വൈഫ് ശ്രീജ. അവൻ IRS ആണ്. അവന് ഇൻകം ടാക്സ് ആൻഡ് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇപ്പം കൊച്ചിയിലാണ്. അവൻ്റെ വൈഫ് ജുനീറ്റ, പുള്ളി IT പ്രൊഫഷണലാണ്. മൂത്തവൻ്റെ വൈഫ് ശ്രീജ ഡോക്ടറാണ്. അവൻ്റെ അമ്മ. ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, 1 മാസമായേ ഉള്ളൂ. പേരിട്ടോ? പേരിട്ട് പറ. പേരിട്ടില്ല. നീ ഇട്ട പേര് കിക്കി ആ ചുമ്മാ പിടിക്കാൻ ചുമ്മാ വിളിക്കുന്നത്. ഓ, അപ്പൊ അവൻ കണ്ണുറക്കും. വിളിക്കുമ്പോൾ കണ്ണ് തുറക്കും. കണ്ണു തുറക്കും. ഞാനും ഒരു ഹരിപ്പാടുകാരിയാണ്. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം ദൂരെ നിന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാനുള്ള സമയമൊക്കെ ഏത് രീതിയിലാണ്? ഇപ്പോൾ എല്ലാ ശനിയും ഞായറും, ഞായറാഴ്ച എന്തായാലും ഹരിപ്പാട് ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ചെന്നിത്തലയിൽ നിന്ന് മാറി പിന്നീട് കൂടുതലും ഹരിപ്പാടൊക്കെ ആയിരുന്നായിരിക്കുമല്ലോ ആ സമയത്ത് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഓർമ്മകളൊക്കെ ഓണം ഹരിപ്പാടുമായിട്ട് ഹരിപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട്. അതെ, ജലോത്സവം ഉൾപ്പെടെ ധാരാളം ജലോത്സവങ്ങളുടെ നാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വള്ളങ്ങളും ഹരിപ്പാടാണ്. വെള്ളംകുളങ്ങര, കരിച്ചാൽ, കരുവാറ്റ, വലിയ ദിവാഞ്ചി, ഇതെല്ലാം ഹരിപ്പാടാണ്. അപ്പോൾ നെഹ്റു ട്രോഫിയിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളും ഹരിപ്പാടുകാരുടെ സ്വന്തമാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. വലിയ വള്ളംകളിയുടെയും അതുപോലെ തന്നെ പൂക്കളങ്ങളുടെയൊക്കെ ഒരു വലിയ ഉത്സവം എന്നറിയാമല്ലോ. ഹരിപ്പാട് ഉത്സവം ഓണാട്ടുകാരിയുടെ പ്രത്യേകതയാണത്. ഇപ്പം താങ്കളെ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ലീഡർ K കരുണാകരനുമായിട്ടൊക്കെയുള്ള ഓർമ്മ, അദ്ദേഹത്തിനൊപ്പം ഒക്കെ ഓണം പങ്കിട്ടിട്ടുണ്ടോ? ആ ഒരു ഇല്ല, ഓണമില്ല. കാരണം നമ്മൾ എല്ലാവരും അവരവരുടെ ഇതിലാണല്ലോ. അപ്പം എന്നാലും ഓണത്തിന് പുള്ളി ഗുരുവായൂർ പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പോകാറുണ്ടായിരുന്നു. ഓണക്കാഴ്ച, ഓണക്കൊല ഗുരുവായൂരപ്പന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ലീഡർക്ക്. ഈ മൺമറഞ്ഞു പോയ ആളുകളെയൊക്കെ ഓർക്കാറുണ്ടോ? അവർക്കൊപ്പമുള്ള തീർച്ചയായിട്ടും അത് എപ്പോഴാണ് ഓർക്കുക? അത് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണോ, അല്ലെങ്കിൽ ഔദ്യോഗികം വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മൾ വ്യക്തിപരമായ അടുപ്പമുള്ളവരുടെ കാര്യത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഓർക്കുമല്ലോ. തീർച്ചയായിട്ടും ആ ലീഡറോട് ആ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും ഒക്കെ ആ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മളെപ്പോഴും ഓർക്കാറുള്ളതാണ്. നമ്മളിപ്പം ചെറുതായിട്ടൊന്ന് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓണം അടക്കമുള്ള ആഘോഷങ്ങൾ പലപ്പോഴും പലതരത്തിലും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ, ഇപ്പോൾ ഓണം തന്നെ അത് വാമന ജയന്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ ഉണ്ട്. അപ്പോൾ അത്തരം അങ്ങനെ ആഘോഷങ്ങളെ ആ രീതിയിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോട് എന്താണ് തോന്നുന്നത്? ഒരിക്കലും അത് പാടില്ല. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉത്സവമാണ്, എല്ലാവരും ഒരുമിക്കുന്നതാണ്. അത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഓണത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിലാണ് ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അടുത്ത 3 മാസം ഗൾഫിലും യൂറോപ്പിലും ഒക്കെ ഓണമാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓണം തീരത്തില്ല. നമുക്ക് പിന്നെ തിരക്കുകൾക്കിടയിൽ എല്ലാവരും ഒരാഴ്ചക്കാലത്തെ ഓണാഘോഷമാണ്. പക്ഷേ മലയാളി ലോകത്ത് എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം 3-4 മാസം ആണ് ആഘോഷമുള്ളത്. പലർക്ക് അവധി കിട്ടുന്നത്, സ്ഥലം കിട്ടുന്നത് ഒക്കെ കൊണ്ട് അങ്ങനെയാണ് നടത്താറുള്ളത്. ഓണം ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യാസമാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് എല്ലാ ജീവിത രീതിയിലും വ്യത്യാസമുണ്ടാകും ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്യുന്നത്? വ്യത്യാസമൊന്നും തോന്നണില്ല, ആ പഴയ പോലെ തന്നെയാണ്. ആളുകൾ അപ്പോഴും ഇപ്പോഴും ഒരേപോലെ തന്നെ ആളുകൾ വരുന്നുണ്ടല്ലേ? വരുന്ന ആളുകളെല്ലാം കാണാൻ ശ്രമിക്കാറുണ്ടോ? എല്ലാവരും കാണും, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. നമ്മൾ ഈ വരുന്ന ആളുകളെ നിരാശപ്പെടുത്താൻ പാടില്ല. വലിയ വലിയ പ്രതീക്ഷയിലാണല്ലോ വരുന്നത്. പല പല പ്രശ്നങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലോ. അപ്പം നമുക്കതുകൊണ്ട് അവരെ കണ്ട് പരമാവധി അവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് നമ്മളങ്ങനെ വേണം ചെയ്യാൻ. ഈ ഓണത്തിന് ചെറുപ്പത്തിൽ ഈ ഭക്ഷണം ഉണ്ടാക്കും, സദ്യ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏത് വിഭവം കഴിക്കാനായിരിക്കും ചെറുപ്പത്തിൽ ഏറ്റവും കൊതിയായിട്ടുണ്ടാവുക? ആ ഒരു സമയത്ത് ഓണത്തിന് നമ്മളെല്ലാം പായസമല്ലേ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ പായസം കഴിക്കുമോ? ഏത് പായസം ഏറ്റവും ഇഷ്ടം? അടപ്പായസം ആണോ? പിന്നെ പയറിൻ്റെ പായസം അതൊക്കെ ഇഷ്ടമാണ്. അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്താ ഈ ഓണത്തിൻ്റെ പ്ലാൻസ്? അല്ലെങ്കിൽ ചെറിയ കുട്ടിയുണ്ട്, ചെറിയ മകനുണ്ട്. അപ്പോൾ മറ്റ് ആളുകളൊക്കെ കുടുംബം എല്ലാവരും ഒരുമിച്ച് വരുമോ? വരും. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുകയാണല്ലേ? പിന്നെ സർക്കാരിൻ്റെ ഓണാഘോഷങ്ങൾ എത്രമാത്രം വിപുലമാണ് ഇത്തവണ? ഇത്തവണ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ പോവും.
ഓണത്തിന് വലിയ പരാതികളില്ലാതെ ഗവൺമെൻറ്റിന് ഓണം ആഘോഷിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരുപാട് ആളുകൾ താങ്കൾ ഈ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗാർഹിക പീഡനം ഒരുപാടധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. തീർച്ചയായിട്ടും ഗാർഹിക പീഡനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് നമ്മൾ ഗവൺമെൻറ് പ്രത്യേകിച്ച് പോലീസ് വളരെ ഗൗരവത്തോടെ എടുക്കുന്ന കാര്യമാണ്. ഇരകൾക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ആണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാർഹിക പീഡനങ്ങൾ, പിന്നെ സൈബർ ബുള്ളിങ്, ഇങ്ങനെ പലതരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ പലിശ അങ്ങനെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള തട്ടിപ്പുകൾ, ഇതിനൊക്കെ എതിരെ ഇതേപോലെ ഒരു ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇപ്പം അതിൻ്റെ ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ പൊതു പരിപാടിയായിട്ടുണ്ട്. ജനങ്ങൾ അതുപോലെ എന്തുകൊണ്ട് എന്നെ പറ്റിക്കുന്നില്ലെന്ന് ചോദിച്ചെനിക്കുക ജനങ്ങൾ. എൻ്റെ അടുക്ക വരുന്ന പരാതികളിൽ നല്ലൊരു പങ്കും ആളുകൾ പറ്റിച്ചതിനെ പറ്റിയാണ്. എവിടെയെങ്കിലും ഒരു ബോർഡ് വെച്ച് ആൾ 18% പലിശ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ചെല്ലും. 2 മാസം കൊടുക്കും, പിന്നെ അത് പൂട്ടിപ്പോവും. ഇതുപോലെ ധാരാളം ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അതാരും പരിശോധിക്കാറില്ല. ഇപ്പം പെൻഷൻ കിട്ടിയ പണം പോലും ആളുകൾ കൊണ്ടിടുകയാണ്. അവരെ പിന്നീട് കബളിപ്പിക്കപ്പെടുന്നു എന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനെ കബളിപ്പിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ കാര്യം പരിശോധിച്ച ശേഷമേ ഏത് സ്ഥാപനത്തിലും പണം ഇടാവൂ. അതുപോലെ തന്നെയാണ് ഈ ലോൺ ആപ്പുകൾ, ഇതൊക്കെ മിക്കവാറും എല്ലാം തട്ടിപ്പാണ്. അത് ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടും. അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കണം. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, ഇങ്ങനെ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ഒന്നും പറയില്ല, എന്നോടൊന്നും പറയാറില്ല. രാഷ്ട്രീയമല്ല, എന്നാൽ പോലും ആരെങ്കിലും വിളിച്ചു എന്തെങ്കിലും പറഞ്ഞു, ഇങ്ങനെ നല്ലത് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ, എങ്ങനെയാ പറയുന്നത്? അപ്പം ഇല്ല, അതെല്ലാം കേൾക്കാറുണ്ട്. അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാറില്ല. അപ്പം ഈ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കൺസെപ്റ്റ് മാവേലി നമ്മുടെ നാട് ഭരിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ നാടിൻ്റെ മാവേലിയാകാൻ, നമ്മുടെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു താല്പര്യം താങ്കൾക്ക് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ താല്പര്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പം അതൊരു പ്രസക്തമായ ചോദ്യമല്ല. ഇപ്പം നമ്മളൊരു പുതിയ ഗവൺമെൻറ് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും കൂടി യോജിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ളതാണ് ആവശ്യം. അതാണ് ഇപ്പം നമ്മൾ നിറവേറ്റുന്നത്. അപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞു, ഒരു മകൻ ഡോക്ടറാണ്, ഒരാൾ സിവിൽ സർവീസ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് അവർ രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരോട് പറയാൻ ഉള്ളത് എന്താണ്? അല്ല, ഇതുവരെ ആരും അങ്ങനെ വരുന്ന കാര്യം പറയാം. പക്ഷേ അവർക്കെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളറിയാം. പക്ഷെ അവരാരും അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. ഒരാൾ സിവിൽ സർവീസ് ആണ്, ഒരാൾ ഡോക്ടറാണ്. അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കളുടെ മക്കളല്ല എങ്കിൽ പോലും യുവാക്കളായിട്ടുള്ള ആളുകൾ പുതിയതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്നാണല്ലോ ഈ ഒരു കാലം എന്ന് പറയുന്നത് വിവാദങ്ങളിലേക്ക് ചെന്നുപെടാനും ഒക്കെ പറ്റിയ ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട്, പുതിയതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളോട് നൽകാൻ എന്താണ് ഒരു ഉപദേശം? അല്ല, രാഷ്ട്രീയം നല്ലതാണ്. പുതിയ ചെറുപ്പക്കാർ കടന്നു വരണം. കാരണം പുതിയ ചെറുപ്പക്കാർ വന്നാലല്ലാതെ പുതിയ കാലത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. കൂടുതൽ ചെറുപ്പക്കാർ രാഷ്ട്രീയ രംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആരും മാറി നിൽക്കരുത്. കാരണം രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം ഭരിക്കണ്ടേ, ജനങ്ങൾക്ക് നന്മ ചെയ്യണ്ടേ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരും ആയി പുതിയ ആളുകൾ കടന്നു വരണം, പുതിയ നേതൃനിര കടന്നു വരണം. അതുകൊണ്ട് അത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഡൽഹിയിൽ ജന്തർ മന്തർ സമരം ഒക്കെ കണ്ടു. അവിടെ യുവാക്കളാണ് വലിയ ശക്തിയായി കണ്ടത്. അപ്പോൾ അത്തരം യുവാക്കളെല്ലാം സംഘടിച്ച് ഈ രാഷ്ട്രീയമായിട്ടുള്ളൊരു സമൂഹം എന്നാണല്ലോ പലപ്പോഴും ഇപ്പോഴത്തെ യുവതയെ പറയുന്നത്. അങ്ങനെയല്ല, യുവാക്കൾ സംഘടിച്ചാലും കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു ബോധ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള യുവാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറി നിൽക്കരുത്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. കാരണം അങ്ങനെ കടന്നു വരുമ്പോഴാണ് അവർക്ക് ഭരണത്തിൻ്റെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു നിലപാടോടെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
അതായത് ഈ സൈബർ ഇടത്തും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാവരും ഓരോ ദിവസം പലതരത്തിൽ അതിന് ഇരയാകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ കൂടി നടപടി വേണം. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരു സൈബർ ബുള്ളിങ്, സ്ത്രീകളെ അപമാനിക്കുക, അവരുടെ ഫോട്ടോ എടുത്തിട്ട് വികൃതമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അതിനെപ്പറ്റി ഗൗരവപൂർവ്വം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പദ്ധതി തയ്യാറാക്കി വരികയാണ്. അങ്ങനെ സ്ത്രീകൾക്കെതിരെ ഒരു പദ്ധതി വേണം, അല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്കൊക്കെ ചേച്ചി ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഈ സ്ത്രീകളെ വലിയ തരത്തിൽ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ സൈബർ ഇടത്ത്. സ്ത്രീകൾ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ശരിയായ നടപടിയല്ല. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞ ഞങ്ങളത് പരിശോധിക്കുകയാണ്. സൈബർ ഇടത്തെ കാര്യം പറഞ്ഞോട്ടെ, ഈ ആയങ്കിമാരൊക്കെ പലതരത്തിൽ തലവൊക്കി ആ രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെയൊക്കെ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു മറുപടി ആയിരുന്നോ ഈ അർജുൻ ആയങ്കിയുടെ അറസ്റ്റും? അല്ല, അതൊക്കെ അങ്ങ് പറഞ്ഞ ആളുകൾക്കൊക്കെ നിയമത്തിന് മുമ്പിൽ വരേണ്ടി വന്നില്ലേ? അതൊക്കെ വന്നോളും. ആർക്കും അങ്ങനെ നിയമത്തെ വെല്ലുവിളിക്കാനൊന്നും കഴിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഓണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു തൂഫാൻ ഓണം ആയി, ലഹരിമുക്ത ഓണം ആകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ ഓണം ആവട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. എന്തായാലും നല്ല ഒരു ഓണം മിനിസ്റ്റർക്കും ഫാമിലിക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.